ഹായ് എവ്രി വൺ, ഞാൻ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേ ടു ഡേ ലൈഫിൽ പി എച്ചിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ രാവിലെ എന്തിനാണ് പല്ലേക്കുന്നത്, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബേസിക്കലി എന്ന് പറയുമ്പോൾ നമ്മുടെ മൗത്തിൽ ഒരു പി എച്ച് ഉണ്ടാവും. ആ പി എച്ച് ലെവൽ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും കൂടി നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ മൗത്തിലും ടീത്തിലൊക്കെ നിറയെ ബാക്ടീരിയാസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുകയും അതിൻ്റെ റിമെയിൻസോ അല്ലെങ്കിൽ സ്വീറ്റ്സ് അധികമായിട്ട് കഴിക്കുമ്പോൾ ഈ ബാക്ടീരിയ എന്താവും, ആ ഷുഗർ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആസിഡ് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആസിഡിക് ലെവൽ കൂടുകയും പി എച്ച് വാല്യൂ കുറയുകയും ചെയ്യും. അങ്ങനെ പി എച്ച് വാല്യൂ ലെസ് ദാൻ 5.5 ആകുമ്പോൾ അപ്പോൾ നമ്മുടെ ടൂത്ത് ഡീക്കേ ആവാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ആവാൻ പാടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആസിഡ് ബേസ് വെച്ച് ന്യൂട്രലൈസ് ചെയ്യണം. അല്ലേ, ബേസ് എന്ന് പറയുമ്പോൾ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് നമ്മൾ ബ്രഷ് ചെയ്യാറില്ല. അപ്പം നമ്മൾ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യാറ്. അപ്പോൾ ടൂത്ത് പേസ്റ്റ് പറഞ്ഞാൽ ജനറലി അതൊരു ബേസാണ്. അപ്പോൾ ആ എക്സസ്സായ ആസിഡ്, ബാക്ടീരിയ സെക്രീറ്റ് ചെയ്ത എക്സസ്സായ ആസിഡ് ബേസ് വെച്ചിട്ട് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ പി എച്ച് ലെവൽ, മൗത്തിലെ പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ആവും. അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് പി എച്ച് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതേപോലെ ഹ്യൂമൻ ബോഡിയുടെ പി എച്ച് എന്ന് പറയുമ്പോൾ 7 to 7.8 ആണ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഓർഗൻസിൽ ഡിഫറെൻറ്റ് പി എച്ച് ആണ് ഉള്ളത്. അപ്പോൾ ഡൈജഷനെ കുറിച്ച് പറയുവാണെങ്കിൽ ഡൈജഷൻ ഒരു പ്രോസസ്സാണ്. ഡൈജഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിക്രീറ്റ് ചെയ്യും. അപ്പോൾ ഓൺ ടൈം ഫുഡ് കഴിക്കാതിരിക്കുകയോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ആസിഡിക് ലെവൽ കൂടുകയും ഓക്കെ, അപ്പോൾ നമുക്ക് ചെസ്റ്റ് ബേണിംഗ് സെൻസേഷൻ അനുഭവപ്പെടാൻ സാധ്യതയോ അല്ലെങ്കിൽ ആസിഡിറ്റി വരുവാന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. അപ്പോൾ ഡോക്ടർ എന്താണ് ചെയ്യുക, ഒരു മെഡിസിൻ തരും. ആക്ച്വലി ആ മെഡിസിൻ എന്താണെന്ന് പറയുമ്പോൾ ആൻറ്റാസിഡ്. ആ ആൻറ്റാസിഡിൽ എന്താണ് ഉണ്ടാവുക, ഒരു മൈൽഡ് ബേസാണ്. അപ്പോൾ ആൻറ്റാസിഡിൽ യൂഷ്വലി മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാവുക. ആ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് പറയും. ഓക്കെ, ആ ആസിഡും ആ ബേസും ആയിട്ടുള്ള ന്യൂട്രലൈസ് ആവുമ്പോൾ നമ്മുടെ ആസിഡിറ്റി കുറയുകയും അങ്ങനെ നമ്മൾ നോർമൽ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ പ്ലാന്റ്സ് വളരാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്താണ്, സോയിൽ അല്ലേ. അപ്പോൾ സോയിലിൻ്റെ ആസിഡിറ്റിയും ആൽക്കലിനിറ്റിയും ആ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ പ്ലാന്റ്സിന് ചുറ്റും നമുക്കൊരു വൈറ്റ് കളർ പൗഡർ ഇട്ടിട്ടുണ്ടാവും. കാൽഷ്യം കാർബണേറ്റ് ആണത്. ആസിഡിക് നേച്ചർ കൂടുതലുള്ള സോയിലിന് നമ്മൾ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽഷ്യം കാർബണേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആസിഡിറ്റിയും ആൽക്കലിനിറ്റിയും പ്ലാന്റ്സിന് ഡിപ്പെൻഡ് ആവും എന്നുള്ളതാണ് നമ്മൾ ഈ കോൺസെപ്റ്റിലൂടെ അറിഞ്ഞത്. അതേപോലെ ആസിഡ് റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ റെയിനിൽ ആസിഡ് മിക്സ് ആവുമ്പോൾ പി എച്ച് ലെവൽ കുറയുകയും അപ്പോൾ ആസിഡ് റെയിൻ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആസിഡ് റെയിൻ അക്വറ്റിക് ലൈഫിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, ഇപ്പോൾ ഒരു നോർമൽ പി എച്ച് ആയിട്ട് അഡോപ്റ്റ് ആയിരിക്കും അക്വറ്റിക് ഓർഗാനിസംസ്. പി എച്ച് ലെവൽ കുറയുകയും അക്വറ്റിക് ഓർഗാനിസത്തിന് സസ്റ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആകുകയും ചെയ്യുന്നു. അങ്ങനെയും പി എച്ച് ലെവൽ അഫക്റ്റ് ചെയ്യുന്നു ഡേ ടു ഡേ ലൈഫിൽ. പിന്നെ പ്ലാന്റ്സും അനിമൽസും ഒക്കെ സെൽഫ് ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയും പി എച്ച് ലെവൽ നമ്മൾ നോക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെക്കുമ്പോൾ നമ്മുടെ ഉറുമ്പൊക്കെ വന്ന് നമ്മൾ കടിക്കുക എന്ന് വെക്കുക, അപ്പോൾ നമുക്കൊരു ഇച്ചിങ് അനുഭവപ്പെടും അല്ലേ. അതെന്തുകൊണ്ടാണ്, കാരണം ഉറുമ്പിൽ ഫോമിക് ആസിഡ് ഉണ്ട്. ആ ആസിഡ് നമ്മുടെ സ്കിന്നിലേക്ക് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇച്ചിങ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് സോപ്പ് എന്ന് പറഞ്ഞ ഒരു ബേസാണ്. ആ ബേസ് വെച്ച് നമ്മൾ ആ ആസിഡ് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഇച്ചിങ് സെൻസേഷനും എല്ലാം കുറയും. അങ്ങനെയും പി എച്ചിൻ്റെ കുറേ ഇമ്പോർട്ടൻസ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ കാണാൻ പറ്റും. ഇനിയൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ സ്കിന്നും ഡ്രൈ സ്കിന്നും ഒക്കെ സോപ്സും ഇപ്പോൾ എല്ലാം കാണാം, അഡ്വർടൈസ്മെൻറ്റിലൊക്കെ നമുക്ക് കാണാം. പി എച്ചിൻ്റെ പേപ്പർ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സോപ്പിൻ്റെ പി എച്ചും ഇതൊക്കെ ഇപ്പോൾ നിറയെ ഇൻഡസ്ട്രീസിലും പി എച്ചിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ് നമ്മളുടെ ഓരോ പ്രോഡക്ട്സും മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചെമ്പ് പാത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിന് മേലെ ഒരു പച്ച കളർ ഒരു കോട്ടിംഗ് ഒക്കെ വരും നമ്മൾ കുറച്ച് നേരം യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ നടന്നു വെച്ച് കഴിഞ്ഞാൽ ബേസിക് കോപ്പർ കാർബണേറ്റ് ആയിട്ട് മാറുവാണ് കോപ്പർ. അതുകൊണ്ടാണ് ആ ഗ്രീൻ കളർ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊരു ബേസാണ്. അപ്പോൾ ആ ബേസ് നമുക്ക് ന്യൂട്രൽ ചെയ്യാൻ ഒരു ആസിഡ് മതി. അപ്പോൾ നമ്മുടെ ലെമണോ അല്ലെങ്കിൽ പുളിയിൽ ടാർട്ടറിക് ആസിഡ് ഉണ്ട്, ലെമണിൽ എന്തുണ്ട്, സിട്രിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ആ രണ്ട് ആസിഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആസിഡോ വെച്ച് നമുക്ക് ആ ബേസിക് കോപ്പർ കാർബണേറ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഗ്രീൻ കളർ റിമൂവ് ആവുകയും നമുക്ക് കോപ്പർ വെസൽ പിന്നെയും അതേ സ്ഥിതിയിലേക്ക് വരികയും ചെയ്യും.